അമ്മേ മാതാവേ ഒത്തിരി നന്ദി. എൻ്റെ പേര് അലീഷ്മ എന്നാണ്. ഞാൻ വയനാട് പനമരത്താണ് താമസിക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. 2022 എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ മാറിയതിൻ്റെ ആണെന്ന് ഓർത്തിട്ട് ആദ്യം വലിയ കാര്യമാക്കാനൊന്നും നിന്നില്ല. 2022 ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേനും യൂറിൻ ഇൻഫെക്ഷൻ വല്ലാണ്ട് കൂടി, യൂറിന് പകരം ബ്ലഡ് പോകാൻ തുടങ്ങി. അപ്പോൾ ബാംഗ്ലൂർ ഞാൻ കുറച്ച് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് വയനാട്ടിൽ വന്നൊരു 3-4 സ്ഥലത്ത് അഡ്മിറ്റ് ആയായിരുന്നു. അങ്ങനെ പല പല ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ബ്ലഡ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു കിഡ്നി സ്റ്റോണിൻ്റെ ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമാണെന്നോർത്ത് കുറേ ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും ഒരു കുഴപ്പവും കാണാത്ത സ്ഥിതിക്ക് ഒരു ബയോപ്സി ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ണൂർ ഞങ്ങൾ പോയിട്ടൊരു ബയോപ്സി ചെയ്തു. അപ്പോൾ ബയോപ്സിയിൽ കിഡ്നിയുടെ അരിപ്പയുടെ കട്ടി കുറയുക എന്നാണ് പറഞ്ഞത്. ഭയങ്കര റെയറായിട്ടാണ് അങ്ങനെ എല്ലാവർക്കും കണ്ടുവരുന്നതെന്നാണ് പറയാറ്. ഇത് ഇപ്പോൾ പെട്ടെന്ന് തുടങ്ങിയ അസുഖമല്ല, ചെറുപ്പം തൊട്ടുള്ളതാണ്, ഇപ്പോഴാണ് കണ്ടുപിടിച്ചതെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഈ രോഗത്തിന് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിസിനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഈ യൂറിനിലൂടെ പോകുന്ന ബ്ലഡിനകത്തുള്ളത് പ്രോട്ടീനും RBC ആയിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. അപ്പം കുറേ ഹോസ്പിറ്റലിൽ പോയി, കണ്ണൂരും കോഴിക്കോടും വയനാടും ഒക്കെ പോയെങ്കിലും ഡോക്ടേഴ്സ് എല്ലാവരും ഈ സിംറ്റംസിനുള്ള മെഡിസിൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഈ രോഗത്തിന് എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയുകയും അമ്മയും ചാച്ചയും വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാനും അമ്മയുടെ കൂടെ വരികയും ഇവിടെ ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു, ഒരു മാസത്തിനുള്ളിൽ നിനക്കിത് കുറഞ്ഞു തുടങ്ങും, 3 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് കുറയും, അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എല്ലാ മാസവും ഈ പ്രോട്ടീൻ ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ പ്രോട്ടീൻ്റെ നോർമലി ഒരു യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ 100 മുതൽ 150 മില്ലിഗ്രാം വരെ പോകാൻ പാടുള്ള പ്രോട്ടീൻ എനിക്ക് 2.5 ഗ്രാമൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. ഒരു 3 മാസം ആയപ്പോഴത്തേനും ശരിക്കും ബ്ലഡ് പോലെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ യൂറിൻ ക്ലിയർ ആയിക്കൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വരുമ്പോൾ മാത്രമായിരുന്നു ചെറിയൊരു ചുവപ്പ് കളറ്. അത് പൂർണ്ണമായിട്ടും മാറി. മാതാവ് മാറ്റി തന്നാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ രോഗാവസ്ഥകൾ കാരണം ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. ഒരു മിനിമം അറ്റൻഡൻസിൻ്റെ പകുതി പോലും എനിക്കുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം കോളേജിൽ നിന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റി എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല, അറ്റൻഡൻസ് കുറവാണ്, എന്തായാലും ഇനി ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് കരച്ചിലും പറച്ചിലൊക്കെ ആയി. ഒന്നും പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കും മോനെ എന്ന് പറഞ്ഞ് എന്നും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും, ബൈബിൾ വായനയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രിൻസിപ്പൾ വിളിച്ച് പറയുകയും നീ പരീക്ഷ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരുവാണെങ്കിൽ നിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി എഴുതാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലാസ് പോലും കൂടാത്ത ഞാൻ എങ്ങനെ പരീക്ഷ ജയിക്കുമെന്ന് ഓർത്തിട്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത ടെൻഷൻ. എന്നാൽ സാരമില്ല, എഴുതാൻ പറ്റിയില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അവിടെ ചെന്നു പരീക്ഷ ഹാളിൽ കയറി പരീക്ഷയൊക്കെ ഞാൻ എഴുതി, എല്ലാം പാസ്സായി, അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം പൈസയുടെ നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. കോളേജിലെ ഫീസും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ട് വന്നിരുന്നു. ഈ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു പോയി. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ആരെ എടുത്തുകൊണ്ട് പോയത്, എങ്ങനെയാണ് പോയതെന്നെല്ലാം അറിഞ്ഞിട്ടും അത് തിരിച്ച് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. തിരിച്ച് കിട്ടില്ല എന്ന് കരുതിയപ്പം അമ്മ അതുകൂടി നിയോഗം വെച്ച് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം ആ വ്യക്തി തന്നെ അതേ സാധനം ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ കൈ തിരിച്ചു കൊണ്ടു തന്നു. മാതാവിന് ഒത്തിരി നന്ദി പറയുകയാണ്. നമുക്ക് ആവശ്യമുള്ളൊരു സമയത്ത് മാതാവ് അനുഗ്രഹിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. മാതാവിന് ഒത്തിരി നന്ദി. ഞാനല്ലായിരുന്നു ഉടമ്പടി എടുത്തത്, എനിക്ക് വേണ്ടി എൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കുടുംബത്തിൽ തന്നെ കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനാണെങ്കിൽ പോലും അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മ ചെയ്യട്ടെ എന്നൊന്നുമില്ല, വീട്ടിലെല്ലാവരും തന്നെ എല്ലാം ചെയ്യാൻ കൂടുമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ട്രൈബൽസിൻ്റെ കോളനിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പേര് ഒറ്റയ്ക്കൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോയി അമ്മയും ചാച്ചി, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനുള്ളപ്പോൾ ഞാനും പോവും, അമ്മയും ചാച്ചി അവിടെ പോയി കാണും. ഒറ്റയ്ക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൈസയായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളായിട്ടോ അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ലീവിനൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ ഞങ്ങളുടെ അവിടുത്തെ ഒരു അനാഥാലയം ഉണ്ട്, ഓശാന ഭവൻ എന്ന് പറഞ്ഞിട്ട്, അവിടെ പോവും, അവിടേക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കും. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും, അല്ലാണ്ട് ഒരാൾ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എത്ര വയ്യായികയാണെങ്കിലും ഈ പ്രാർത്ഥനകൾ ചെല്ലാനായിട്ട് ആർക്കും മടിയില്ലാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു.